ചേട്ടന് വാങ്ങിച്ചൊരു വാച്ചാണ് ഹെൻറി സാൻഡോസിൻ്റെ. കണ്ടോ, അന്ന് തൊട്ട് തേനീച്ചകൾ വളർത്താൻ തുടങ്ങിയതല്ലേ? ഇത് തേനീച്ചുണ്ടാക്കി തന്ന തേനീച്ചുണ്ടാക്കി കൂടെ കൂട്ടുവാണെങ്കിൽ ഒരു ഒരു 10 ലക്ഷം രൂപ ഉണ്ടാക്കിയെടുക്കാം. പെട്ടിപ്പടുത്തന്നെയാണോ ചുറ്റുപാടെല്ലാം? ജോസിൻ ദിനോൾ സ്വാഗതം. ഇന്ന് നാം നിൽക്കുന്നത് 65 വർഷം തേനീച്ച വളർത്തൽ പരിചയമുള്ള ജോസ് ജോർജ് ചേട്ടൻ്റെ വീട്ടിലാണ്. ജോസ് ജോർജ് ചേട്ടന് ഈ തേനീച്ചകളുമായിട്ട് വലിയൊരു കമ്പമാണ്. ചെറുപ്പം വരെ 8 വയസ്സ് തൊട്ട് തന്നെ തേനീച്ചകളെ വളർത്താൻ ആരംഭിച്ചതാണ്. തേനീച്ചകളെ പറ്റി നല്ല അനുഭവജ്ഞാനമുള്ള മനുഷ്യനാണ്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഈ വൻ തേനീച്ചകൾ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി പറയാൻ പറ്റുമോ? പറയാമല്ലോ. ആദ്യമായിട്ട് നമുക്കൊരു പെട്ടി തുറന്നു നോക്കിയിട്ട് കാര്യം പറയാം. ഇപ്പം പിരിക്കാറായിരിക്കുന്ന ഒരു പെട്ടി. ഫീഡറൊക്കെ ഉണ്ടല്ലേ? ഫീഡർ ഞാൻ ഈ മേടിച്ചാൽ ഈ ഫീഡറിന്റെ ഗുണമെന്ന് വെച്ചാൽ ഫീഡറുണ്ട്. ഇങ്ങനത്തെ ഫീഡറുണ്ട്. ഫീഡർ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രയോജനം എന്താ? ഈ ഫീഡറിന്റെ ഗുണം എന്നാന്ന് വെച്ചാൽ സൂപ്പർ ഇതുപോലെ ബ്രൂഡ് ഇതുപോലെ നിറഞ്ഞിരിക്കുന്ന പെട്ടി. സൂപ്പറിൽ ഇപ്പം 4 ഫ്രെയിം ഉണ്ടെങ്കിൽ 5ാമതായിട്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് ഫീഡ് ചെയ്യാം. ഇത് ഒരു സൂപ്പർ ഉള്ളെങ്കിൽ സൂപ്പറിൽ ഒരു ഫ്രെയിം ഉള്ളെങ്കിൽ അതിനോട് ചേർത്തിട്ട് തീറ്റ കൊടുക്കുകയാണെങ്കിൽ ചൂടൊക്കെ കിട്ടും, നല്ല ഒതുക്കമുണ്ട്. ഇതിന് പകരം നമ്മൾ കപ്പ് വെച്ച് തീറ്റ കൊടുക്കുന്നത് ഞാൻ കാണിച്ചുതരാം. ഇതിപ്പം പിരിക്കാറായ കോളനിയാണ്. ഇതിൻ്റെ അകത്ത് 2 റാഗല് പുതിയതായിട്ട് ഞാൻ പണിയിപ്പിച്ചാണ്. വേണമെങ്കിൽ ഇത് ഇപ്പം പകത്തിട്ട് മാറ്റി വെക്കാൻ കാണിക്കാം. മുട്ടയ്ക്ക് വേണ്ടിയിട്ട് പകാവുന്ന ഒരു പെട്ടിയാണ് അത്. ഇതിൻ്റെ ലാസ്റ്റ് നമുക്കിത് പകത്ത് കാണിച്ചു തരാൻ മതി. ഇത് ഫ്രെയിം പക്കാൻ നേരത്ത് തുറന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ നല്ല സ്ട്രെങ്ത് ഉള്ള ഫ്രെയിമാണ്. ഈ കോളനി മഴക്കാലത്തിൻ്റെ ആരംഭത്തിൽ, ഈ സീസണിൻ്റെ ആരംഭത്തിൽ ഒരു 4 ഫ്രെയിമേലും ഉണ്ടായിരുന്നുള്ളൂ ഈച്ച. ഞാൻ തീറ്റ കൊടുത്ത് സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുന്ന കൃഷിയാണ്. ഇനി ഇതിപ്പം പാവക്കാന്ന് നല്ല അത് തീറ്റയുടെ കൂടുതലാണ്. തീറ്റ ആവശ്യത്തിന് ഇതെന്ന് വെച്ചാൽ ഇത് ഫീഡർ നല്ലതാണ്. പക്ഷേ ഫീഡറിന് ഒരു ഫീഡറിന് 50 രൂപ വിലയാവുന്നതുകൊണ്ട് 100 പെട്ടി വേണം, 5000 രൂപ വേണം. അടയൊന്നും എടുത്ത് നോക്കട്ടെ. കണ്ടോ, നല്ലപോലെ എല്ലാത്തും ഇത് പുതിയ റാവലാണ്. പുതിയ റാവലിൽ കയറി റാണി മുട്ടയിട്ടിരിക്കുന്നതാണ്. നല്ല സീൽ ചെയ്തിരിക്കുന്ന നല്ല ബിരിയാറായ കുഞ്ഞുങ്ങളുള്ള ഫ്രെയിമാണ്. ഇത് പുതിയ റാവലാണ്. ഇതുപോലെ 2 റാവൽ ഞാൻ പുതിയതായിട്ട് പണിയിപ്പിച്ചിട്ടുണ്ട്. 2 പണിയിപ്പിച്ചിട്ട് ഇനി പകക്കാനാണ്. ഇത് വേണമെങ്കിൽ ഇതിൻ്റെ റാണിയെ കാണിക്കണം. കുറച്ച് തപ്പണേ. റാണി പെട്ടെന്ന് കാണാൻ വെച്ചാൽ നമ്മൾ ഒത്തിരി പെട്ടെന്ന് കാണാൻ പറ്റുവേ. റാണി കാണാതെ കണ്ടോ? എൻ്റെ വിരലിൻ്റെ അറ്റത്ത്. അതെ, കണ്ടോ? എണ്ണം വർദ്ധിപ്പിക്കാൻ താല്പര്യമില്ലാത്തവര് നമ്മൾ നവംബർ കഴിഞ്ഞ് പിരിച്ചാൽ മതി. നവംബർ 15 ഞാനൊക്കെ ആദ്യകാലം ചെയ്യാൻ നവംബർ 15 കഴിഞ്ഞാൽ പിരിക്കുള്ളൂ. അന്നേരം നമുക്ക് 50 ഒരു പെട്ടി 2ആയിട്ട് പിരിക്കുള്ളൂ. 3-4 ആയിട്ട് പിരിക്കുന്ന പരിപാടിയില്ല. നവംബർ ആകുമ്പോഴത്തേക്ക് നല്ലവണ്ണം ഇഷ്ടംപോലെ ആണീച്ച ഉണ്ടാവും. പ്രകൃതിയിൽ പൂമ്പൊടി ഉണ്ടാവും. ഇപ്പോഴാകുമ്പം പ്രകൃതി പൂമ്പൊടി തേനുമില്ല. അതുകൊണ്ട് ഇപ്പം പിരിച്ച് ഉണ്ടാക്കുന്ന റാണിക്ക് അതിൻ്റെതായിട്ടുള്ള ചില അത് നമ്മൾ വെച്ചാൽ പ്രകൃതിയുടെ നിയമത്തിനനുസരിച്ച് നമ്മൾ നീങ്ങാന്നുള്ളത്. പ്രകൃതിയിൽ ഈച്ച സ്വാം ചെയ്യുന്ന സമയം അത് നവംബർ കഴിഞ്ഞിട്ടാണ്. നവംബർ ഡിസംബർ മാസമാണ്. നോർമലായിട്ട് സ്വാമിങ് പീരീഡ് പ്രകൃതിയിൽ എന്ന് സ്വാം ചെയ്യുന്നോ ആ സമയത്ത് നമ്മൾ കൂടും പിരിക്കണം. അതിനു മുമ്പ് പിരിക്കാന്ന് വെച്ചാൽ അത് കറക്റ്റ് അല്ല. അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് പിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് കൂടുതൽ കോളനി ഉണ്ടാക്കണം നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ജൂലൈയിലോ ജൂണിലോ ഒക്കെ ഫീഡിങ് നമുക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരും. നമുക്ക് സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ നല്ല ചിലവ് വരും. ആദ്യം പിരിച്ചിട്ട് ഇപ്പം 2-3-4 മാസം പഞ്ചസാര കൊടുക്കാന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പെട്ടിക്ക് 4-5 കിലോ പഞ്ചസാര വരും. അന്നേരം ഒരു പെട്ടിക്ക് ഒരു 200 രൂപയുടെ മുകളിൽ ചിലവ് വരും. അതുകൊണ്ട് നവംബർ കഴിഞ്ഞിട്ട് പിരിക്കുന്നതാണ് ഞാനൊക്കെ ചെയ്യുന്നത്. പിന്നെ വേറുള്ളവർ ചെയ്യുന്നത് എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്നത് നവംബർ ആദ്യം തൊട്ടാ പിരിക്കുന്നത്. എന്നാലും നമുക്ക് ആവശ്യത്തിന് കോളനി ആക്കാം. ഇപ്പം തൊട്ട് പിരിക്കുകയാണെങ്കിൽ ഒരു കോളനി കുറഞ്ഞ് 5-6 ആയിട്ട് ദുർബലമായി. ഈ ഇപ്പം പിരിക്കുകയാണെങ്കിലും ഒരു 6 ആയിട്ടോ 7 ആയിട്ടോ ഒക്കെ കോളനി പിരിച്ച് നമുക്ക് 7 പെട്ടിയിൽ നിന്നും ഞാൻ എടുക്കാം. അതിന്റെ വേറൊരു മെത്തേഡ് ഞാൻ കാണിച്ചുതരാം. ചിലരൊക്കെ 16 ആയിട്ടും ഒക്കെ പിരിക്കാം. നമുക്ക് 16 ആയിട്ട് ഒറ്റയുടെ വെച്ച് പിരിക്കാം. പിരിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് ഫീഡ് ചെയ്യുക, അതിനനുസരിച്ച് സംരക്ഷിക്കുകയാണെങ്കിൽ നമുക്ക്
ഇപ്പം തന്നെ ഞാൻ കാണിക്കണം. 1-2 പെട്ടികൾ ഞാൻ ചെയ്തിരിക്കുന്ന നല്ലതല്ല, മോൾ എൻ്റെ വീടിൻ്റെ മുകളിലാണ്. ബാൽക്കണി വരെ തേനീച്ചക്കൂടുകളാണ്. ഒരു 4-5 ഉണ്ട്. അപ്പം നിറച്ച് ഈച്ചകളാണ്. അതിലെ ഈച്ചകളെ നമുക്ക് കാണും, പ്രത്യേകതകളാണ്. ചേട്ടൻ കാണിച്ച് ഇത് പടിനില നിറഞ്ഞിരിക്കുന്ന ഒരു പെട്ടിയാണ്. ഇതിൻ്റെ അകത്ത് 6 റാഗുകൾ നിറഞ്ഞിരിക്കുന്നതാണ്. സൈഡിൽ തേൻറാഗലാണ്. തേൻറാഗലാണ്ട് ഈച്ചക്ക് പുതിയ റാഗൽ പണിയാൻ സ്പേസ് ഇല്ല. സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തിരിക്കുന്ന പണി എന്താണെന്ന് വെച്ചാൽ അടിയിൽ നിന്നുള്ള തേൻറാഗൽ മുകളിലോട്ട് ഇട്ടു. ഓഹോ, ശരി. ഈ സൈഡിൽ കിടക്കുന്ന ആ തേൻറാഗൽ എടുത്ത് മുകളിലോട്ട് വെച്ചു. മുകളിലോട്ട് വെച്ചിട്ട് ഈ ഇതില് പഞ്ചസാര ലൈൻ ഒഴിച്ച് ഫീഡ് ചെയ്യണം. പുതിയ രീതിയിലുള്ള ഫീഡർ. ഈ ഫീഡർ നല്ലതാണ്. ഇതുപോലെ 2 റാഗലിന്റെ ഇടയ്ക്ക് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു അരമണിക്കൂർ കൊണ്ട് കൊടുക്കുന്നു. ഇപ്പൊ റാണി ഇത് 2 തേൻറാഗലാണ്. ഈച്ച കൂടുതലാണ്. ഇതിന്റെ അടിയിൽ ഇപ്പം അടിയിൽ നിന്ന് റാണി മുകളിലോട്ട് കയറാതിരിക്കാൻ അടിയിൽ നിന്ന് റാണി മുകളിലോട്ട് കയറാതിരുന്നാൽ കയറിയെങ്കിൽ സെല്ല് കിട്ടും മുകളിൽ. ഇത് കയറാതിരിക്കാൻ വേണ്ടി ഞാൻ സ്കൂളർ വെച്ചിട്ട് ഇവിടുന്ന് 2 ഫ്രെയിം എടുത്ത് മുകളിൽ കൊടുത്തല്ലോ. ഈ 2 ഫ്രെയിം ഇവിടുന്ന് എടുത്താണ്. എന്നിട്ട് പകരം 4 ഫ്രെയിം ഇട്ടു. ഇവിടെ 4 ഫ്രെയിം ഇട്ടിട്ട് 4 ഫ്രെയിമിൽ പുതിയ റാഗൽ പണിയിപ്പിക്കുക. അപ്പൊ നല്ലതാ. മുട്ടയും മുഴുവൻ ഉണ്ടാവുമല്ലോ. മുട്ട റാഗൽ വരും. പുതിയ റാഗൽ പണിയിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ പണിയിപ്പിച്ച് ഇപ്പൊ അന്നേരം എന്റെ പെട്ടിയില് 8 റാഗലുണ്ട്. 8 റാഗലുണ്ട്. എനിക്ക് ക്യൂൻ സെല്ലായി കഴിയുമ്പം ഈ 8 റാഗല് 2 വെച്ച് എനിക്ക് 4ആയിട്ട് ഈ കോളിന് ഡിവൈഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഇനി ഒരു റാഗലും കൂടെ പുതിയ റാഗൽ പണിയിപ്പിക്കണമെങ്കിൽ ഇതിന്റെ സൈഡിൽ കിടക്കുന്ന ഒരു പഴയ റാഗൽ എടുത്ത് മൂടി കൊടുക്കും. എന്നിട്ട് അവിടെ ഒരു കാലിയിടും. കാലിടുമ്പം അവിടെ പുതിയ റാഗൽ പണിയിപ്പിക്കും. വീണ്ടും എനിക്ക് പാക്കുന്നില്ലെങ്കിൽ ഞാൻ അടുത്ത റാഗലെടുത്ത് മൂടി കൊടുക്കും. അവിടെ ഒരു കാലിയിടും. എന്നിട്ട് ഞാൻ ഈ അടിയിൽ റാഗലെല്ലാം പുതുക്കിയെടുക്കും. അന്നേരം ഓട്ടോമാറ്റിക്കലി എൻ്റെ പഴയ റാഗലെല്ലാം മൂളി വന്നു. ഇതെല്ലാം അടിയിൽ മുകളിലത്തെ ഒരു പഴയ റാഗലും അടിയിലത്തെ ഒരു പുതിയ റാഗലും കൂടെ ഇട്ട് ഡിവൈഡ് ചെയ്യും. ഇത് മുട്ടയിടുമോ? ഇത് മുട്ടയിടും. ഇതെല്ലാം മുട്ടയിടും. പക്ഷേ റാണീനെ ഇങ്ങോട്ട് കയറ്റണം. അതെ, ഈ ഒരു തേൻറാഗലും ഈ ഒരു മുട്ടറാഗലും കൂടെ എടുത്ത് നമ്മൾ പാക്കുന്നത്. ഈ ഒരു തേൻറാഗലും ഈ ഒരു ഇല്ല, റാണി ഇങ്ങോട്ട് കയറ്റുന്നില്ല. നമ്മൾ ഈ സ്കൂളിൽ വെച്ചില്ലെങ്കിൽ റാണി മോളിൽ കയറും. മോളിൽ കയറി മുട്ടയിടുമ്പോൾ താഴെ ക്യൂൻസിൽ കെട്ടും. ഇത് കെട്ടിക്കാതിരിക്കാനാണ്. കെട്ടിക്കാതെ എനിക്ക് പുതിയ മനസ്സിലായി. ഇങ്ങനെയുള്ള സ്ട്രോങ് കോളനികൾ ഇപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് നല്ല വിദ്യ. ഇത് ഞാൻ 4ആയിട്ട് ഡിവൈഡ് 2 ഫ്രെയിം വെച്ച് 4ആയിട്ട് ഡിവൈഡ്. ഇനി നോബിൾ സാറൊക്കെ ചെയ്യുന്ന പോലെ ഇത് ഒറ്റ റാഗലും വിരിക്കണമെങ്കിൽ ഞാൻ എത്ര എണ്ണം പിടിക്കും? 6ആയിട്ട് പിരിക്കും. ഒറ്റ കോളനി ഒറ്റ സമയത്ത് 6ആയിട്ട് പിരിക്കും. 6ആയിട്ട് ഇപ്പം പിരിച്ചു കഴിഞ്ഞാൽ ഒരു ഡിസംബർ ആകുമ്പം ആ കോളനികളെല്ലാം വീണ്ടും ഒന്നുകൂടെ ഡിവൈഡ്. അന്നേരം എത്ര കിട്ടും? 12 ഒറ്റ പെട്ടി 12 ആക്കാം. അത് സ്കൂൾ ഓർഡർ വെച്ചില്ലെങ്കിൽ റാണി മോളിൽ കയറിയും അടിയിൽ റാണി മുട്ട കിട്ടും. നമ്മുടെ റാണിയെ കണ്ടു. ഇപ്പം നമ്മൾ 3 റാഗലെടുത്ത് മാറ്റി. പക്ഷെ ബാക്കി ബാലൻസ് ഉള്ള 3 റാഗലിൻ്റെ അകത്ത് ഒരു റാഗലെടുത്തപ്പോൾ നമ്മൾ റാണിയെ കണ്ടു. അന്നേരം ഈ പെട്ടി എടുത്ത് നമ്മൾ ദൂരോട്ട് വന്നു. 1/2 കിലോമീറ്റർ ഈച്ച് ഇങ്ങോട്ട് റിട്ടേൺ പറഞ്ഞു. ഇത് 2 റബ്ബർ ചട്ടകളാണ് തേൻകുടി. ഇത് നല്ല സ്ട്രോങ് പൊട്ടിയാ. ഇതും വേണം പാക്കാം. ഇപ്പം 2-3ആയിട്ട് പാക്കാം. ഇതും വേണമെങ്കിൽ എനിക്ക് കാലിപ്പെട്ടി ഇതുപോലെ വെച്ചിട്ട് ഈ ഫ്രെയിം എടുത്ത് മുകളിൽ കൊടുത്താൽ എൻ്റെ ക്യാമറയിലും ആണ് ഒരു സൈഡിൽ അതെടുത്ത് മുകളിൽ കൊടുക്കും. അങ്ങനെ വേണമെങ്കിൽ ഇത് പകർത്ത്. ഇതെല്ലാം തേനീച്ച എങ്ങനെ സ്ട്രെങ്ത് ആയിരിക്കുന്നു അതിനെ പരിപാലിക്കുന്ന അനുസരിച്ച് നമ്മൾ വെറുതെ ഇതുപോലെ ബാൽക്കണി ഇരിക്കുന്ന പെട്ടികൾ അടുപ്പിലൊക്കെ ഇരിക്കുന്നതാണ്. ഇതിപ്പോ സ്ട്രോങ് കോളനിയാണ്. ഫ്രെയിമുകളാണ് കേട്ടോ. ഇനി ഞാനിത് നേരത്തെ കാണിച്ച പോലെ ഉള്ള പെട്ടിയാണ്.
അടിയിലൊരു ബ്രൂഡ്, ഇതിൻ്റെ അകത്ത് തേൻറാകലെടുത്ത് മുകളിലിട്ടു. അത് ഹണിച്ചേമ്പറാണ്. ഇത് ഹണി ചേമ്പറാണ്. ഇത് തീറ്റ അടിയിൽ കൊടുക്കുന്ന, ആടി കൊടുക്കാൻ വേണ്ടി. അത് നല്ല അത് അടിയിൽ കൊടുക്കുന്ന വെച്ചാൽ അടിയിൽ കൊടുത്താലേ റാഗിൽ പെട്ടെന്ന് പണിയുള്ളൂ. പണിയും. ശരി മനസ്സിലായി. നല്ല കൂടാ. ഇത് അടിയിൽ കൊടുത്താൽ അടിയിൽ പെട്ടെന്ന് റാഗിൽ പണിയും. ഓക്കെ. മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചസാര വെള്ളം കുടിച്ചിട്ട് ഈ അടിയിലോട്ട് പോയി പണിയുമ്പം താമസം വരും. അതുകൊണ്ടാണ് ഈ സൂപ്പർ അടി കൊടുത്തിരിക്കുന്നത്. സൂപ്പർ അടി കൊടുത്തിരിക്കുന്നത്. ഇത് 5 ഫ്രെയിമിൽ ഇത് ബ്രൂഡ് ചേമ്പർ. പക്ഷേ ഇതെല്ലാം തേൻറാകലുകളാണ്. അടി കിടന്ന് തേൻറാകലാണ് എടുത്തിട്ടിരിക്കുന്നത്. അടിയിൽ 3 തേൻറാകലുണ്ടായിരുന്നു. ആ 3 എണ്ണം മുകളിലോട്ട് എടുത്തിട്ട് ഇത് തേൻറാടാണ്. അവത്തൽ ഈച്ചയുണ്ട്. ഇത് ഇവത്തേൽ ഇപ്പം പുതിയ റാഗിൽ പണിയുന്നുണ്ട്. കുറച്ച് ഗ്യാപ്പായിട്ട് വയ്ക്കില്ല ഇടയ്ക്ക്. സാരമില്ല. എത്ര ഗ്യാപ്പ് തേൻറാടാകുമ്പോൾ എത്ര തേൻറാടിൽ ബ്രൂഡ് കൊണ്ട് 2 എണ്ണം ഇതുണ്ട്. ഗ്യാപ്പ് വയ്ക്കുന്നത് കുഴപ്പമില്ല. സ്ട്രോങ് കോളനി ആണെങ്കിൽ മഴ പെയ്യുന്നില്ല, സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്, ചൂട് കിട്ടുന്നുണ്ട്. ചൂട് വേണം അല്ലേ? ഇതിൻ്റെ അകത്തും അതാ വിഷയം. ചൂട് റാഗിൽ പണിയുന്നുണ്ട്. എസ്കൂളർ മസ്റ്റാണ് കേട്ടോ. മസ്റ്റാ ഉണ്ട്. പിന്നെ പെട്ടി വെച്ചിരിക്കുന്നിടത്ത് നല്ല തേനും പൂമ്പിടിയൊക്കെ കിട്ടുന്ന സോഴ്സുകളായിരിക്കണം. തീർച്ചയായിട്ടും. തെങ്ങുണ്ട്. തേനീച്ചക്കപ്പയൊക്കെ നട്ടു. ഓൾഡ് ഈസ് ഗോൾഡ് കേട്ടിട്ടുണ്ട്. 1965 ജോസ് ജോർജ് ചേട്ടന് വാങ്ങിച്ചൊരു വാച്ചാണ് ഹെൻറി സാൻഡോസിൻ്റെ. കണ്ടോ, അന്ന് തൊട്ട് തേനീച്ചകൾ വളർത്താൻ തുടങ്ങിയതല്ലേ? ഇത് തേനീച്ച ഉണ്ടാക്കി തന്ന തേനീച്ച ഉണ്ടാക്കി തന്ന വാച്ചാ. തേനീച്ചയും ഈ വാച്ച് തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. കഥ പറയും. 5 പെട്ടിയിൽ നിന്ന് 70 ഊപ്പി തേന 1965 കാലഘട്ടത്തിലെടുത്തു. 5 പെട്ടിയിൽ നിന്ന് 70 ഊപ്പി തേന. ആ 70 ഊപ്പി തേന 3 രൂപയ്ക്ക് കൊണ്ട് വിറ്റപ്പം എനിക്ക് 210 രൂപ കിട്ടി. 210 രൂപയ്ക്ക് ഞാൻ ടൗണിൽ പോയി ഒരു വാച്ച് മേടിച്ചുകൊണ്ട് സ്വന്തമായിട്ട് ചോസി കയ്യെ കെട്ടി 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഈ വാച്ചും കെട്ടി സ്കൂളിൽ പോകുന്നു. ആദ്യമായിട്ട് സ്കൂളിൽ വാച്ചും കെട്ടി പോയത് ഞാനാണ്. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. ഈച്ച ഉണ്ടാക്കി തന്ന വാച്ചാണ്. ഇതുപോലെ എല്ലാവർക്കും സ്വന്തമായിട്ട് അധ്വാനിച്ച് ഇന്നും പലതും നേടാൻ പറ്റും. ബൈക്ക് മേടിക്കാം, കാറ് മേടിക്കാം. ഈ കൊല്ലത്തെ എൻ്റെ 2 കൊല്ലത്തെ എൻ്റെ പൈസ ഉണ്ടെങ്കിൽ ഇതുപോലൊരു കാറ് മേടിക്കാം. ഒരു 10 ലക്ഷം രൂപ നമുക്ക് 2 ലക്ഷം 2 കൊല്ലം കൊണ്ട് അല്ല 1 കൊല്ലം കൊണ്ടൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഒരു ലേബറേയും കൂടെ കൂട്ടുവാണെങ്കിൽ ഒരു 10 ലക്ഷം രൂപ ഉണ്ടാക്കിയെടുക്കാം. വേറെ ഉണ്ട്. 8 സ്ഥലത്തുണ്ട്. 1980 കാലഘട്ടത്തിൽ ഞാനൊരു മനുഷ്യനായിട്ട് കാണുന്നു. ആ മനുഷ്യൻ പറഞ്ഞു, ജോസേട്ട ആത്മഹത്യ ഇല്ലാതെ എനിക്കൊരു നിവൃത്തിയില്ല എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു 3-4 കുഞ്ഞു പിള്ളേരുണ്ട്. ഞാൻ പറഞ്ഞു ഞാനൊരു പണി പഠിപ്പിക്കാം. ആത്മാർത്ഥമായിട്ട് കേൾക്കണം, ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. പുള്ളിക്ക് ഞാനൊരു പെട്ടി കൊടുത്തു. തേനീച്ചപ്പെട്ടി കൊടുത്തു. ഞാൻ തന്നെ ആ കൊല്ലം തന്നെ കാട്ടിൽ നിന്ന് പിടിച്ച് 1-2 കൂടും കൂടി എല്ലാം കൂടി 25 പെട്ടിയാക്കി കൊടുത്തു. 2ാമത്തെ കൊല്ലം പുള്ളി പരിശ്രമിച്ച് പുള്ളി 50 പെട്ടിയാക്കി. 3ാമത്തെ കൊല്ലം 100 പെട്ടിയാക്കി. കാഞ്ഞിരപ്പള്ളി മലനാട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയിൽ ഞാൻ തേൻ കൊടുക്കാൻ പോയി നിൽക്കുമ്പോൾ പുള്ളി ഒരു പിക്കപ്പ് മാനയിലെ തേനും നിറച്ച് ഒരു 1000 കിലോ തേൻ നിറച്ചവരാണ്. എന്നെ കണ്ടുപാടെ പറഞ്ഞു, ജോസേട്ടാ എൻ്റെ കട എല്ലാം വീതി. ആ പുള്ളി ഞാൻ ആത്മാർത്ഥമായിട്ട് പഠിപ്പിച്ച ഒരു മനുഷ്യനുള്ളൂ. ആ മനുഷ്യൻ രക്ഷപ്പെട്ടു. വലിയ സന്തോഷമല്ലേ? എന്താ പുള്ളി എന്നോട് ഇങ്ങനെ ആത്മാർത്ഥത്തോടെ അറിഞ്ഞു. കടം കയറി മൂടി, ജോസേട്ടാ എനിക്ക് ഒരു നിവൃത്തിയുള്ള ആത്മഹത്യ അല്ലാതെ ഒരു മാർഗ്ഗവും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ കുഞ്ഞു പിള്ളേർ, ചെറിയ കുഞ്ഞു പിള്ളേർ, ഒരു 8 വയസ്സിന് താഴെയുള്ള 5 പിള്ളേരുണ്ട്. ഇവരെ ഇട്ടിട്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ ആ കുടുംബം പോയില്ലേ? തീർച്ചയായിട്ടും പോയി. അന്നേരം ഞാൻ എൻ്റെ മനസ്സലിരുന്നു. ഞാൻ ജനിച്ച് വളർത്ത് പഠിപ്പിച്ചു. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് എന്ത് വേണമെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന ആളുടെ യൂണിഫോം, ബുക്ക് ഇതെല്ലാം ഞാൻ സ്വന്തമായിട്ട് പഠിക്കും. അതുകൊണ്ട് ഞാൻ ഇത് കളയാതെ വെച്ചിരിക്കുകയാണ്. അത് എപ്പോഴും സൂക്ഷിച്ചു വെക്കണം. അപ്പം സ്വന്തമായിട്ട് അധ്വാനിച്ച് നമുക്ക് വിദ്യാഭ്യാസം നടത്താൻ പറ്റും. തേനീച്ച വളർത്തലിനെ പറ്റി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ജോർജ് ചേട്ടനെ പഠിക്കാൻ പറ്റി. ജോർജ് ചേട്ടനെ പഠിക്കാൻ പറ്റി. ജോസിയൻ ഗ്രീൻ ബ്ലോക്സിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനിയും ഞങ്ങൾ വരും തേനീച്ചയുടെ കൂടുതൽ പഠിക്കാൻ വേണ്ടി.